എടാ അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മാത്സിൻ്റെ ബേസിക് ആയിരുന്നു അല്ലേ. ബേസിക് കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഫ്രാക്ഷൻസ് ആയിരുന്നു അല്ലേ. ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുന്നത് എങ്ങനെ, സബ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെ, ഇതാണ് നമ്മൾ പഠിച്ചത്. എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യണം, ആഡ് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നത് 5/3 പ്ലസ് 2/5 ആണെങ്കിൽ 5/3 പ്ലസ് 2/5 പ്ലസ് അല്ലെങ്കിൽ മൈനസ് വന്നാൽ ആദ്യം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം, താഴെ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഒന്ന് പറഞ്ഞേ, വേഗം പറഞ്ഞേ. 5 × 5 25 പ്ലസ് 3 × 2 ഇങ്ങനെ 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 എത്രയാണ് 6 ബൈ താഴെ 3 × 5 15. അപ്പോൾ എത്ര കിട്ടിയടാ 31/15 എന്ന ആൻസർ കിട്ടി. ഇതാണ് നമ്മൾ പഠിച്ചത്. അഡീഷനും സബ്ട്രാക്ഷനും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഭയങ്കര എളുപ്പമാണ്. ഇത് ശ്രദ്ധിച്ചോ, ഇങ്ങനെ ഇതേ നോക്കിക്കോ. ഇപ്പോൾ രണ്ട് ഫ്രാക്ഷൻസ് ഇങ്ങനെ ആയിരിക്കുമല്ലോ നമുക്ക് തരുന്നത്. a/b ഇൻറ്റു c/d ഇങ്ങനെയല്ലേ രണ്ട് ഫ്രാക്ഷൻസ് നമ്മളോട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുന്നത്. എടാ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? എടാ ഇത് നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. എയും സിയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് AC മേളിൽ എഴുതുക, ബിയും ഡിയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് BD താഴെ എഴുതുക. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്? സിമ്പിൾ പരിപാടി. ഇതേ നോക്കിക്കോ, 2/3 ഇൻറ്റു 3/5 ആണെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്? എടാ ഒന്നുമില്ലടാ, അതെ ഇങ്ങനെ നേരെ മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയും നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ള കാര്യം. നോക്ക്, എന്താണ് 2 × 3 ചെയ്യുക മേളിൽ, ബൈ താഴെ എന്ത് ചെയ്യുക, നേരെ 3 × 5 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടിയടാ 3 × 2 6 ബൈ 3 × 5 എത്രയാടാ 15. എളുപ്പമല്ലടാ മക്കളെ. ഇത്ര എളുപ്പമുള്ള വേറെ പരിപാടി ഉണ്ടോ? ഇല്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതേ നോക്കിക്കോ. ഒരെണ്ണം പറഞ്ഞേ, നമുക്ക് ഓരോന്ന് ചെയ്യാം. ഇതേ ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേഗം ആൻസർ പറഞ്ഞു. 3/2 ഇൻറ്റു 1/7 ഇൻറ്റു അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ പറഞ്ഞേക്കുന്ന, നേരെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിക്കോ. 3 × 1 ചെയ്യുക 3 ബൈ 2 × 7 ചെയ്യുക 14. ഇത്ര ഉള്ളടാ, എളുപ്പമല്ലേ? ഇത്ര ഉള്ളൂ. അടുത്തത് 2. ഒരെണ്ണം കൂടി പറയാം. 3/8 ഇൻറ്റു 1/4 പറ. 3 × 1 എത്രയാടാ 3 ബൈ 8 × 4 എത്രയാടാ 32. ഇത്ര ഉള്ളടാ, സിമ്പിൾ പരിപാടി അല്ലേ. ഒരെണ്ണം കൂടി ചെയ്യാം. 3 നോക്കിയേ, 4/7 ഇൻറ്റു 2/5 ആൻസർ പറഞ്ഞടാ. 4 × 2 ചെയ്യുക എത്രയാണ് 8 ബൈ 7 × 5 ചെയ്യുക എത്രയാടാ 35. ഇത്ര ഉള്ളടാ. അപ്പോൾ ഓക്കെ ആയില്ലേ? അപ്പോൾ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർത്തേ. നമ്മൾ പഠിച്ച 3 കാര്യങ്ങളും ഒന്ന് ഓർത്തേ. 3/5 പ്ലസ് 2/3 ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം? ഇത് ഇങ്ങനെ ചെയ്യണം. പറ. 3 × 3 9 പ്ലസ് 5 × 2 10 ബൈ 5 × 3 15. അപ്പോൾ ആൻസർ എത്ര കിട്ടിയടാ 19/15 എന്ന ആൻസർ കിട്ടി. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, 7/3 മൈനസ് 2/5 ഇങ്ങനെ ചോദ്യം വന്നാൽ, മൈനസ് വന്നാലും എങ്ങനെയാണ്? ഇങ്ങനെ ചെയ്യുക അല്ലേ, സിമ്പിൾ അല്ലേ. അപ്പോൾ പറ 7 × 5 എത്രയാടാ 35 മൈനസ് 3 × 2 എത്രയാടാ 6 ബൈ 3 × 5 എത്രയാടാ 15. അപ്പോൾ ആൻസർ എത്ര വന്നു? 35 നിന്നും 6 കുറച്ചാൽ ബാക്കി എത്രയാടാ 29/15 എന്ന് പറഞ്ഞു. ഇനി ഏറ്റവും അവസാനം നമ്മളിപ്പോൾ പഠിച്ചത് നോക്കിയേ, 7/5 ഇൻറ്റു 2/3 മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്ര ഉള്ളു പരിപാടി. അപ്പോൾ എന്ത് കിട്ടും ആൻസർ നോക്കിക്കോ. 7 × 2 ചെയ്യുക, താഴെ എന്ത് ചെയ്യുക 5 × 3 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 7 × 2 14 എന്ന് കിട്ടും, 5 × 3 15 എന്ന് കിട്ടും. എളുപ്പമല്ലടാ, ഭയങ്കര എളുപ്പം. ഇത്രയും എളുപ്പമാണ് മൾട്ടിപ്ലിക്കേഷൻ. തുടങ്ങാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര എളുപ്പമാണ്. അടുത്ത പാർട്ടിൽ കാണാം.